ഇന്ന് ജാനുവരി 4th, അതായത് നാളെ ജാനുവരി 5th മീൻസ് മൺഡേ നമുക്ക് ഹിന്ദി എക്സാമാണ് ഗൈസ്. ഇപ്പോൾ ഈ റൂമിൽ ഇങ്ങനെ എടുക്കാനുള്ള കാരണം എൻ്റെ ഹിന്ദി ബുക്ക് കാണാനില്ല. ആൻഡ് വി നീഡ് ടു ഫൈൻഡ് ദിസ്. ലുക്ക് അറ്റ് ദ മെസ് ഐ ക്രിയേറ്റഡ്. ഇവിടെ ഇല്ലാത്ത ബുക്ക് വേറെ ഉണ്ടാവില്ല. കാരണം എൻ്റെ എൻ്റയർ +2 മുഴുവൻ ബുക്കുമാണ് ഞാൻ ഇവിടെ എത്തിയിട്ടായിരുന്നത്. എൻ്റെ ഇതിൽ അന്വേഷിച്ചിട്ട് ഞാൻ ഒരു ബുക്കിൽ പോലും എൻ്റെ ഹിന്ദി കണ്ടില്ല. ആൻഡ് കണ്ട, ഇത് വലിച്ചു വാരിയിട്ട് ഫസ്റ്റ് മൊമെൻറ്റിൽ എനിക്ക് കിട്ടിയത് എൻ്റെ ഹിന്ദി നോട്ടാണ്. ആ കാണിച്ച യെല്ലോ ബുക്ക് എൻ്റെ ഹിന്ദി നോട്ടായിരുന്നു. ആൻഡ് പിന്നെ ഞാൻ കുറേ അന്വേഷിച്ചു എൻ്റെ ടെക്സ്റ്റിന് വേണ്ടി, കാരണം നോട്ട് മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ആൻഡ് ഐ ഡിസ്കവർ മൈ ഓൾഡ് കെമിസ്ട്രി നോട്ട്സ്. ആ ഫയൽ മുഴുവൻ എൻ്റെ കെമിസ്ട്രിയാണ്. അതായത് ഞാൻ എൻ്റെ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്, ഫുൾ +2 കെമിസ്ട്രി, ഒന്നും +1 അല്ല, ഫുൾ +2. എന്നിട്ടാണ് ഞാൻ കെമിസ്ട്രി എക്സാമിന് ഒന്നും എഴുതാതിരുന്നത്. എനിക്ക് നല്ല രീതിക്ക് റിഗ്രറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി എൻ്റെ ബുക്കൊക്കെ കിട്ടി, ഞാൻ പഠിക്കാതിരിക്കുകയാണ്. സോ ഇനി പഠിച്ചു കഴിഞ്ഞിട്ടാവും ബാക്കിയുള്ളത്. ആദ്യം തന്നെ പാഠങ്ങളുടെ എണ്ണം എടുത്ത് നോക്കിയപ്പോൾ അത്യാവശ്യം കുറച്ചധികം ഉണ്ട്, ഒരു 13 പാഠത്തിൻ്റെ അടുത്ത് ഉണ്ട്. അപ്പോൾ ഇനി ഞാൻ ടു ഡു ലിസ്റ്റൊക്കെ എഴുതാമെന്ന് വിചാരിച്ചു. അങ്ങനെ വേഗം പോയി ഒരു പെന്നും പേപ്പറൊക്കെ ഗ്രാബ് ചെയ്ത് ഞാൻ വേഗം ബുക്കെടുത്ത് എഴുതാൻ തുടങ്ങി. ഒരു ഹൈലൈറ്ററൊക്കെ എടുത്ത്, കാര്യം ഞാൻ ഹൈലൈറ്റർ യൂസ് ചെയ്യില്ല, കാരണം എനിക്ക് എൻ്റെ ടെക്സ്റ്റിൽ ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നത് ഇഷ്ടമില്ല. ബട്ട് സ്റ്റിൽ ഞാനതെടുത്ത് അടുത്ത് വെച്ചു, എങ്ങാനിപ്പോൾ യൂസ് ചെയ്യേണ്ടി വന്നാലോ, പിന്നെ എഴുന്നേറ്റ് പോകണ്ടല്ലോ. അങ്ങനെ നമ്മൾ അത് എത്ര പാടുണ്ടെന്നൊക്കെ എണ്ണി അതൊക്കെ ഹൈലൈറ്റേഴ്സിൽ പാടത്തിൻ്റെ പേര് എഴുതാൻ മറ്റുള്ളതുകൊണ്ട് നമ്പേഴ്സ് എഴുതി അവിടെ ബോക്സ് വെച്ച് പാകത്തിന് വെച്ചിട്ട് നമ്മൾ പഠിക്കാൻ പാടും. അപ്പോൾ ഇനി എക്സാം കഴിഞ്ഞിട്ട്, എക്സാം എന്തായാലും സിമ്പിളായിരുന്നു.